കൊറോണ മഹാമാരി ലോകത്തെയാകമാനം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നാം വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. വൈദേശിക ആധിപത്യങ്ങളുടെ അടിമച്ചങ്ങലകൾ തകർത്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിലേക്ക് ഭാരതം കൺതുറന്നിട്ട് ഇന്നേക്ക് ഈ വർഷം 75-ാം വർഷമാണ്. ഈ സ്വാതന്ത്ര്യദിനം അമൃതവർഷം എന്ന പേരിൽ നാം വളരെ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ച് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ആഗസ്റ്റ് 15. അന്നേ ദിവസം നാം രാജ്യത്തുടനീളം ദേശീയ പതാക ഉയർത്തുന്നു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി അനേകം അറിയപ്പെടുന്നവരും അതിലധികം അറിയപ്പെടാത്തവരുമായ ധാരാളം സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം കൈവിടാതെ നോക്കേണ്ടത്, കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ എല്ലാ വേദികളിലും ഇന്ന് ഭാരതം അതിൻ്റെ മുഖമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആണവ നിർവ്യാപനത്തിലും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിലും ചേരാതെയും ദേശീയത ചോരാതെയും ഭാരതം തല ഉയർത്തി നിന്ന് ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജന്മഭൂമിയുടെ അഖണ്ഡതയും നന്മകളും കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ചുമതലയാണ്. ധാരാളം മതങ്ങളും മതവിശ്വാസങ്ങളുമുള്ള ഇവിടെ ദേശീയതയിൽ ഊന്നി നിന്നുകൊണ്ട് നാം എല്ലാം ഒരൊറ്റ ജനതയായി അലിഞ്ഞു ചേരേണ്ട സമയമാണിത്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിൽ ജീവൻ വെടിയേണ്ടി വന്ന ധീരദേശാഭിമാനികളെ ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കാം, ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ഇന്ന് 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ഇന്ന് ഒരു വലിയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വക്കത്താണ്. മഹാത്മാഗാന്ധിജിയും മറ്റു നേതാക്കളും ബ്രിട്ടീഷുകാർക്കെതിരാണ് പോരാടിയതെങ്കിൽ നമ്മൾ പോരാടേണ്ടത് മഹാമാരിയായ കോവിഡിനെതിരെയാണ്. എന്തായാലും ചരിത്രം നമ്മളെയും ഒരു കാലത്ത് ഓർമ്മിക്കും എന്നുള്ളതിൽ തർക്കമില്ല. ഈ കോവിഡിനെതിരായ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വിജയം വരിച്ച് നമ്മളെ രാജ്യത്തെ കോവിഡിൽ നിന്നും രക്ഷിച്ച ധീര സമര നേതാക്കളായി നമ്മളെല്ലാവരും അറിയപ്പെടും എന്ന് ഓർമ്മിപ്പിക്കുന്നു. കോവിഡിനെതിരായുള്ള ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങളെല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട NHSS കുളത്തൂർ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഉഷ ടീച്ചർ, PTA പ്രസിഡന്റ്, മാനേജർ, മറ്റ് അധ്യാപകർക്കും കുട്ടികൾക്കും എൻ്റെ നമസ്കാരം. ഞാനിപ്പോൾ ആദ്യം ആലോചിക്കുന്നത്, ആസ് എ സ്കൂൾ കിഡ് ഞാൻ സ്കൂളിലായിരിക്കുമ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഐ ഹാഡ് ബീൻ ടു ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് സെറിമണീസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, സിംഗിങ് ഓഫ് എ നാഷണൽ ആന്തം. സോ ഞാൻ since my first standard I had seen Independence Day being celebrated. So what is the speciality of this day? അല്ലെങ്കിൽ എന്താണ് ഈ ദിവസത്തിൻ്റെ മഹത്വം? എന്തുകൊണ്ടാണ് ഇത് ഒരുപാട് നമ്മൾ ആഘോഷിക്കുന്നത്? മേ ബി സംബഡി വിൽ ടെൽ ദാറ്റ് ബിക്കോസ് വി ഹാഡ് എ ട്രാൻസ്ഫർ ഓഫ് പവർ ഫ്രം ബ്രിട്ടീഷ് ടു ഇന്ത്യൻസ്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അന്നൊരു പവർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പവർ ബ്രിട്ടീഷേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാറി നമ്മൾ ഇന്ത്യൻസ് ഭരിക്കാൻ തുടങ്ങി. അതല്ല ഈ ദിവസത്തിൻ്റെ മഹത്വം. ദാറ്റ് ഈസ് വൺ റീസൺ.
പക്ഷേ അതിലും ഉപരി ദാറ്റ് ഡേ വി ഇമാജിൻഡ് എ ട്രാൻസ്ഫോർമേഷൻ ഫോർ ദിസ് കൺട്രി. പോവർട്ടി ആകട്ടെ, ഇല്ലിറ്ററസി, ഹങ്കർ, അൺഎംപ്ലോയ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഇൻഡിപെൻഡൻസ് കിട്ടിയ ദിവസം അല്ലെങ്കിൽ ഇൻ 1947 വെൻ വി ലുക്ക് ബാക്ക് വി ഹാഡ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. സോ അതിൽ നിന്നെല്ലാം ഇംപ്രൂവ് ആകുക, നമ്മുടെ രാജ്യത്തെ ട്രാൻസ്ഫോം ചെയ്യുക, അതായിരുന്നു നമ്മുടെ ഫോർഫാദേഴ്സിൻ്റെ ഏറ്റവും വലിയ ബിഗ് ഡ്രീം. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇൻഡിപെൻഡൻസ് ഡേ ഈസ് ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഫ്രം ദാറ്റ് ഡേ we decided that we are going to transform this nation. We are going to improve the facilities, improve the human development in this nation. And that makes Independence Day more important and special. And other speciality, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, this is a peaceful movement. If you are a history student, mostly all of you must be a history student. I personally have been a humanities student. So I had read history throughout my life. So if you read history, you will realize that this movement was entirely peaceful, and non-violence and satyagraha ആയിരുന്നു ഇതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. And you will never see such a movement anywhere in this country where the entire movement was led by peaceful means. So our forefathers had always given importance to noble ideals, അല്ലെങ്കിൽ ഒരുപാട് ഡിസിപ്ലിൻ ആൻഡ് വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ഫോർഫാദേഴ്സ് ആൻഡ് ഫ്രീഡം ലീഡേഴ്സാണ് നമുക്കുണ്ടായിരുന്നത്. സോ മൈ മെസ്സേജ് ടു ദി സ്റ്റുഡൻസ് ആൻഡ് എവറി വൺ ഔട്ട് ദെയർ വുഡ് ബി ടു ഹാവ് ദീസ് ഐഡിയൽസ് ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ എന്നും കുറച്ച് വാല്യൂസ് ഉണ്ടായിരിക്കുക, ആൻഡ് എഡ്യൂക്കേഷൻ. ഇഫ് യു ആസ്ക് മീ 2 things that will stay with you forever in your life, these 2 things are, one is education and next is values. ഇത് രണ്ടും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പെർമനൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം ട്രാൻസിയൻ്റ് ആണ്, എന്ത് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാമെന്നുള്ളൊരു കാര്യമാണ്. സോ ഈ ഇൻഡിപെൻഡൻസ് ഡേയിൽ എൻ്റെ മെസ്സേജ് വുഡ് ബി, ജീവിതത്തിൽ മൂല്യങ്ങൾ എന്നും കൂടെ ഉണ്ടായിരിക്കുക, ആൻഡ് എഡ്യൂക്കേഷൻ. ബിക്കോസ് ആസ് ഡോക്ടർ APJ Abdul Kalam had said, students are the steering wheel of this country or the future of this nation. ഈ രാജ്യത്തിൻ്റെ പുരോഗതി എന്തുമാത്രം ഉണ്ടായിരിക്കും, പ്രോഗ്രസ് എന്തുമാത്രം ഉണ്ടായിരിക്കും എന്ന് തീരുമാനിക്കാൻ പോകുന്നത് ഈ രാജ്യത്തിലെ കുട്ടികളാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്, യു ആർ ഗോയിങ് ടു ലീഡ് ദിസ് കൺട്രി. സോ ഓൾവേസ് റിമെമ്പർ ദിസ് ഐഡിയൽസ് ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ വെൻ യു മൂവ് ഫോർവേഡ്. വൺ മോർ തിങ് ബിഫോർ ക്ലോസിങ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ഇസ്, ഇന്ന് നമ്മൾ എല്ലാവരും, രാജ്യം മാത്രമല്ല എവ്രിബഡി ഇൻ ദിസ് വേൾഡ്, all of us are fighting COVID. സോ ഇനി നമുക്ക് ഇന്ന് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് കോവിഡിൽ നിന്ന് ഫ്രീഡം വേണം. സോ അത് ഒരു similarly, like our Independence Day, like our freedom struggle, the freedom from COVID will be possible only if all of us change. നമ്മളെല്ലാവരും ഒരുമിച്ച് കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ആൻഡ് കോവിഡ് പ്രോട്ടോകോൾ അനുസരിക്കുകയാണെങ്കിൽ മാത്രമേ കോവിഡിൽ നിന്നും നമുക്ക് മുക്തി ഉണ്ടായിരിക്കുകയുള്ളൂ. സോ റിമെമ്പർ ദാറ്റ് വി ഹാവ് ടു ഗെറ്റ് ഫ്രീഡം ഫ്രം കോവിഡ് ആസ് വെൽ ഓൺ ദിസ് ഇൻഡിപെൻഡൻസ് ഡേ, ആൻഡ് ദാറ്റ്സ് മൈ മെസ്സേജ് ടു ഓൾ ഓഫ് യു. താങ്ക് യു. ഏവർക്കും നമസ്കാരം. രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഏവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരാൻ വേണ്ടി ഏറെ ത്യാഗങ്ങൾ സഹിച്ച ഗാന്ധിജി ഉൾപ്പെടെയുള്ള ധീര ദേശാഭിമാനികൾക്ക് ഈ അവസരത്തിൽ സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തെ 24 മണിക്കൂറും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ വീര ജവാന്മാർക്കും, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ആഹാരം നൽകാൻ വേണ്ടി പ്രതികൂല കാലാവസ്ഥയിലും അധ്വാനിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ കർഷകർക്കും, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശസ്തി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള പൗരന്മാർക്കും ഈ അവസരത്തിൽ പ്രത്യേകം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോവിഡ് മഹാമാരിയുമായുള്ള ആ യുദ്ധത്തിൽ എത്രയും പെട്ടെന്ന് നമ്മൾ വിജയിച്ച് സ്വതന്ത്രരായിക്കൊണ്ട് നമുക്ക് വീണ്ടും വിദ്യാലയത്തിൽ ഒത്തുകൂടാമെന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. അധ്യാപകരെ, കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. 1947 ഓഗസ്റ്റ് 15-നാണ് നാം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പോരാട്ടങ്ങളുടെ ഐതിഹാസികമായ കഥകൾ നിറഞ്ഞതാണ്. എത്രയെത്ര ധീര ദേശാഭിമാനികളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇന്നലകളിൽ നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യത്തിനായി അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ വെളിച്ചമാകണം. എത്ര മഹത്തരമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യമെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. ഏറെ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, എന്റെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാജ്യമാണ്. എന്നാൽ രാജ്യം ഇന്ന് അനുഭവിക്കുന്ന
വെല്ലുവിളികൾ ഞാൻ കണ്ടില്ലെന്നടിച്ചുകൂടാ. മനുഷ്യാവകാശ ലംഘനങ്ങളും അതിക്രമങ്ങളും രാജ്യത്തിന്റെ പല ഭാഗത്തായി അരങ്ങേറുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം പലപ്പോഴും ഹനിക്കപ്പെടുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്ന് അഭിമാനം കൊള്ളുന്ന നാം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. കൊറോണ എന്ന മഹാമാരി വിതച്ച അസ്വാതന്ത്ര്യത്തിന്റെ വലയത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ നാം ഓരോരുത്തരും ഉത്തരവാദിത്വത്തോടെയും സാമൂഹിക പ്രതിബദ്ധതയോടെയും മുന്നോട്ട് പോകണം. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവരെയും അവരുടെ ത്യാഗങ്ങളെയും നമുക്ക് സ്മരിച്ചുകൊണ്ട് ഇന്ത്യ എന്ന വികാരം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം, നിത്യഭാസുരവേദചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം. ആ വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം, നിത്യഭാസുരവേദചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം. ജാതിദ്വേഷമതാന്ത ചിന്തകൾ മാഞ്ഞുപോയൊരു ഭാരതം, സത്യധാർമ്മിക മൂല്യ സംഗീത എന്നുമിവിടെ സനാതനം. ഭാരതം മനോഹരം പുണ്യഭാരതം പരിപാവനം. വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം, നിത്യഭാസുരവേദചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം. ഇരവിലും പകലിലും ഹൃദയമാം വേദിയിൽ ശുഭശ്രുതി മനോഹര സ്നേഹഗാഥക എഴുതുമീ നാമം. അതു കേട്ടു വളരുകയാണനശ്വര വജസിൽ